എടുത്തോടുത്ത 2 പാക്ക് എടുത്തോ. നല്ല മഴയുണ്ട്. കാല് നോക്കി കത്തിക്കരിഞ്ഞു. ഹലോ ഗായ്സ്, നമ്മളെല്ലാം കൂടി ഒരു യാത്രക്ക് ഇറങ്ങാണ്. എന്നുള്ള പോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. എവിടെ പോകണമെങ്കിലും ചായ നമുക്ക് ആദ്യം കിട്ടണം. കിട്ടിയോ? ചെറുതെടുത്തോ. എടുത്തോ. 1-2 എടുത്തോ. എനിക്ക് വേണേ മോനെ. 4 എടുത്തോ. എടുത്തോ. മോനെ ഒരേ ഫ്ലേവർ തന്നെ എടുക്കണ്ടാവും. സാധനം മാറ്റിയെടുത്തോ. ബിരിയാണിയോ? എന്റെ വാപ്പുണ്ടാക്കോ ബിരിയാണിയാണ്? എടുക്കണ്ടേ? എടുക്ക. വലുതില്ല. ബോർഡ് നോക്കിയാ 49-90. അത് കുബൂസാ. അത് ശേഷം ക്വാണ്ടിറ്റി ചെറുതല്ലോ. 4 ഉള്ളൂ. ഇതിൽ 10 ഉണ്ട്. 99 റുപ്യ. ഒന്നായിട്ടൊന്നും എടുത്തോ. ഇതെടുത്തൊന്നും വേണേ. നല്ല മഴയുണ്ട്. സീന് സാധനം എടാ. സീന് കോൺക്രീറ്റ്. അത് കഴിഞ്ഞില്ലേ നമുക്ക്. അതെ, കുറ്റം വാങ്ങിയാലോ. പാർക്കിങ്ങിനെ കയ്യിലെടുപ്പാ. ബില്ലോ നമ്മളെ മുത്തങ്ങ ഫോറസ്റ്റിലാണ് റിസോർട്ട് എടുത്തത്. ഇതാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിന്ന് കുറച്ചും കൂടിയും പോയാലാണ് നമ്മളെ റിസോർട്ടിലേക്ക് എത്തുക. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായി. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കയറുമ്പോൾ തന്നെ വെൽക്കം ചെയ്യാനിതാ കുറച്ച് ആൾക്കാരോട് ഉണ്ടായിരുന്നു. പിടിച്ചാലും വലുത് മാളത്തിലോ വീഡിയോ കൂളൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഫോറസ്റ്റ് തുടങ്ങുന്നത്. വന്ന് കയറിയപ്പോൾ തന്നെ ഫുഡിനുള്ള പണി തുടങ്ങി. കാരണം ടൈമില്ല. നമ്മുടെ പേര് രഷീദ്. എല്ലാ ചിക്കനൊക്കെ തന്നെ അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഉപ്പ് നോക്കാം. പിന്നെന്താ കുറച്ച് സോസ് എടുക്കട്ടെ. സോസ് A few moments later. Finally. മോനെ ഇവിടെ അല്ലേ? ഇന്ന് പോണ്ട നമുക്ക്. ആരോട് പറയണ്ട.
ഫൈനലി അല്ല അത് ഫുള്ളിടണോ ആ പിന്നെ ഫുള്ളാണോ എന്നാ ഇത് കൂടി ഇതെന്താ ബാക്കിയുണ്ടോ എന്നാ പൈസ കൊണ്ടാണ് അതിൻ്റെ പ്ലാൻ ബി ഉണ്ട്. ചിക്കനും അല്ല ചിക്കൻ വാഷിങ്ങിന് പോയി. ചിക്കൻ എടാ വിഷയല്ലോ ഈ കത്തിയിലെ വേറെ ഐഡിയ ഉണ്ട്. ഓരോ അടുക്കളയെ കൊണ്ടേ ഇതാക്കാം. ആ സമയക്കിട്ടോ ഒരു പറയും നമ്മളോട് ബാട്ടന്മാരെ നമ്മൾ ആദ്യം പറഞ്ഞതാ. എടാ ഒറ്റ ഉപകാരം ചെയ്യോ, 2 ഗ്ലാസ് വെള്ളം തന്നെ അവിടെ മോള് പേടുന്നുണ്ട് വരും. അതല്ലേ നമ്മൾ സെറ്റാക്കും. ഒരു സ്റ്റാൻഡ് എടുക്കാൻ തേങ്ങാട്ടെ ജാങ്കോ നടുക്കുന്തോ ഇവിടെ ഒന്നും ആയില്ലേ? ആവൂലേ? വേണ്ടിയാണ് വേറെ കേൾക്കാൻ കൊണ്ടുപോയത് മണ്ടന്മാരാ കേക്ക്. കുറച്ചെന്നെങ്കിലും അടുക്കള പോകണ്ടോ? ഒറ്റന്ന് പോലും നമ്മൾ കൊടുത്തില്ലാലോ. കവർ പറിച്ചു കൊണ്ടിട്ടോ. കവർ പറഞ്ഞിട്ട് മണ്ണെണ്ണ അതെന്തെങ്കിലും ചാർക്കോൾ ബാക്കി ഇവിടെ ഇട്ടെന്നാ. ഫുള്ളിട്ടോ പറിച്ചിക്കാണ്. ഫുള്ളിട്ട് എന്നാലേ പിന്നെ മുകളിലോട്ട് മൊത്തം ഇട്ടാ മതി. ആടെ ബൈക്കുണ്ടോ? ഇതിലിടല്ലേ റെഡി? ഓക്കെ കൈ ചാമ്പിക്കോ. ഓയില് വേണ്ടി വരും കേട്ടോ. ഓയില് വേണ്ടി വരും. കുറച്ച് വെള്ളം മിക്സ് ചെയ്യുന്നത് നോക്കട്ടെ. വെള്ളത്തിന്റെ ആവശ്യമില്ല, കാരണം ചിക്കനിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. അല്ല ഇനി ബീഫ് ഉണ്ടാവല്ലോ. റാഷിയോന് ഇത് വാങ്ങാൻ പോയതാ കത്തിക്കാണ്. ഉള്ളോട്ട് നല്ല തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ. ഇരുന്നിക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ എഡിറ്റിംഗ് ഫുള്ളിങ് കേട്ടോ. ഞാനോ ഫുള്ള് കഴിഞ്ഞോ? ടേസ്റ്റല്ലോ നഷ്ടം കൂടി ഓന്റെ പണിയാ. പുരണ്ട കയ്യാ പറഞ്ഞാടാ. കത്തിക്ക് മൂർച്ചെല്ലാം കുഴപ്പമില്ല. എന്റെ മോന് കാരണം എത്ര ഇടങ്ങാറായി പോയി. ഒരു കോയിന ചെയ്ത് എത്ര കുത്തുത്തിയതാ. പൈനാപ്പിൾ ചിക്കൻ എങ്ങനെയുണ്ട്? ആ എന്റെ പകുതിയല്ലേ, അതാ അതിലിട്ടേ. ഇതില് കാണുന്നില്ലല്ലോ സാധനം ഉണ്ട്, ഉള്ളിച്ചിരി വെച്ചാ.
ഓ അതിമനോഹരമായ ലെഗ് പീസാണ് നമ്മളിവിടെ കാണുന്നത്. അസ്ലഹ് പൂനൂർ എന്നാണ് ഇവിടെ ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും എല്ലാം ഉള്ളത്. മറ്റോലൊക്കെ ആടുന്ന് വെറുതെ കുത്തനെ കുറ്റി അടിച്ച പോലെയാണ് നിൽക്കുന്നത്. നമ്മളൊരു കാര്യം അതെ, അത് വൃത്തിയായി ഭംഗിയായി ചെയ്തെടുക്കും. ഏതൊരു കാര്യവും ഭംഗിയായി ചെയ്ത് കൊടുക്കുന്നു, ബന്ധപ്പെടുക. അതെ, നമ്പർ അടി കൊടുത്തോളാം. ഇത് വീണ് പോകുമെന്നൊരു സംശയം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത പ്ലേറ്റിലേക്ക് മാറ്റട്ടോ, വിഷയമൊന്നുമില്ല. നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. പിന്നെ മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ ചാർക്കോൾ ഇതാക്കുന്നുണ്ട്. അത് മിക്കവാറും ഇപ്പോൾ ഫ്ലോപ്പ് ആവും. ഇത് മിക്കവാറും എണ്ണയിലിട്ട് പൊരിക്കേണ്ടി വരും. അങ്ങനെയായിരിക്കും വേണ്ടി വരിക തോന്നുന്നു. അപ്പോൾ കിച്ചൺ ഒന്ന് ബുക്ക് ചെയ്തേക്ക്. എടാ അതിൻ്റെ അടിയിലേക്ക് മാറ്റി. എടാ അതിൻ്റെ അടിക്ക് മാറ്റി. അപ്പോൾ പണി പോകണം, അതിൻ്റെ അടിക്ക് മാറ്റി. മഴ നമ്മളെ ചതിച്ചെന്നാണ് പറയുന്നത്. അതാ കോണിൻ്റെ അടിയിൽ. മഴ പെയ്ത കാരണം നമ്മള് ഗ്രില്ല് മൊത്തം അങ്ങോട്ട് മാറ്റാനുള്ള കാര്യം. ഇവിടെ പിടി. ഞാൻ ആരായിട്ടാ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ ടെന്റ് കത്തിയ മണെല്ലാം മണിക്കണ നമ്മളെ ടെന്റ് കത്തിയ മണ കഴിഞ്ഞോ? അല്ല 2, 4, 5 ഇനിയില്ലേ? ഇനിയുണ്ട്, 8 ഉണ്ട്. അടുക്ക് പുക വരുന്നേ കത്തിക്കട്ടെ. കത്തായിട്ടല്ല പൊട്ട കത്തിയത്. അത് ഫോയിൽ പേപ്പർ വെക്കാം. ഫോയിൽ പേപ്പർ വെച്ചിട്ട് ആ ഒന്ന് സാധനം പിടിച്ചോട്ടെ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വെന്തിയില്ലെങ്കിൽ ഒഴിവായി കളാം. ഇത് അതല്ല, ഒന്നുകൂടി നല്ല കരിഞ്ഞ മണം വരുന്നുണ്ട്. വലിയ കരിച്ചിലൊന്നുമില്ല, കുറച്ചായിരുന്നു. അത് നോർമൽ കരിച്ചിലല്ലേ? നോക്കാം നമുക്ക്. എന്താ അയ്യോ ഉപ്പുണ്ടോ? ഇനി വേഗം ഉണ്ടോ നോക്കിയാൽ പൊടിക്ക് ഭയങ്കര പ്രത്യേക രീതിയുണ്ട്. കത്തിയുടെ ഇതിനെ
അവിടെ എടുത്താ ഞാനോ എടുത്താൽ എങ്ങനെയാവും? ഇതുപോലെ കുറച്ച് വെള്ളം കുറഞ്ഞാൽ മതി, പെട്ടെന്നാവും അല്ലേ? ആ നേരത്തെ മറ്റേ സാധനമാണല്ലോ, അതിന് കിട്ടോ ഒഴിവാക്ക്, അത് കഴിക്കാതെ. ഇന്നാ പോരാ, ഇത് മാറ്റി മതി മതി, ഇനി വേണ്ട ഇനി വേണ്ട. അങ്ങനത്തെല്ലാണല്ലോ നമ്മളെ ജീവിതത്തിനെ നോക്കണം. കൂടെ പൂട്ടാൻ പറ്റുമോ? സാരടാ പൊറാട്ടല്ലേ? അപ്പൊ അങ്ങോട്ടേ ആടെ കവറിലതാ പൊറാട്ട. അന്നെ നേർപ്പിച്ച അഞ്ഞ് ചൂടുമല്ലോ, നീ ചൂടാ കൂട്ടത്തില്ല അങ്ങനെ തിന്ന. ആനനെ കാണാൻ പോയതാ ഗൈസ്. പക്ഷെ ആനനെ കണ്ടില്ല, കുറച്ച് മാന കിട്ടി. നാട്ടിൻ്റെ ഉള്ളിൽ വേറെ അങ്ങാടിയിലേക്ക് പോകണമെങ്കിൽ കുറച്ച് പോകാൻ വൈബാണ്. ഇപ്പൊ ഗായ്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ. അത് റെഡി അല്ലേ? വെള്ളം റെഡി അല്ലേ? അപ്പൊ കാട്ടിൽ നിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ്. ആരാ ബില്ലെടുക്കുന്നത്? മോനെ, ഒരു ഒളിമ്പിക്സ് എടുത്താനുള്ള പൂള് ഒരു ചെമ്മാരി വലിപ്പം. നമ്മൾ പൊളിക്കും. നീന്തറിയാത്ത ജീവിത്ത്, നീന്തറിയാത്ത ഫായിസ്, നീന്തറിയാത്ത എല്ലാവരും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഗായ്സ്, എങ്ങനെ പൈസ ചാടല്ലേ? എന്റെ മോനെ സീന് നോക്ക്. ഈ മഴ എങ്ങനെ വന്നിട്ടേ നോക്ക്. ഒന്നുമില്ല, ഞാനൊക്കെ 16 മറിന്റെ സാധാരണ കൊറേ ഉണ്ടല്ലോ അടവ്. അസ്ലു മുക്കട്ടെ മുക്കട്ടെ. ഇത് ഇവിടുത്തെ ഒരാളാണ്, കോൺഫറൻസ് ഹാൾ വിത്ത് സ്റ്റേജ്. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്തു ഗൈസ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാണ് ഇപ്പം അടുത്ത സ്ഥലത്തേക്ക്. സ്നേഹമുള്ള ഞാൻ കഴിച്ച നക്കി തൊള്ളലിട്ട് നക്കിയ ബിസ്ക്കറ്റ് 5 വീണ്ടും തിന്നു. അതാണ് 5 തരാങ്ങൊക്കെ തോന്നിയില്ലേ? പുറപ്പെടുന്നേ.
കുറച്ചുകൂടി മുന്നോട്ട് എടുക്കുന്ന നല്ല ഫോട്ടോ കിട്ടും. കുറച്ചുകൂടി മുന്നോട്ട് എടുക്കും. ആ മൈനൊക്കെ മുകളിൽ പോയി കുത്തിരിക്കുന്നു. ഇപ്പോൾ പൂവെല്ലാം കൂടി ചെറിയൊരു മുറിച്ച് ഇതില്ലേ ഇവിടെ മുന്നിൽ കാക്കിയ നല്ല ഫോട്ടോ കിട്ടും. ഇവിടെ നിർത്തിക്കോ. ആ റോഡുണ്ട്, സെറ്റ് സാർ. ആ റോഡുണ്ട്, മുകളിൽ നല്ല ഓടയാ. Oh my goodness. ഒറ്റ ഇറങ്ങാം അപ്പുറത്തായില്ലേക്ക്. ഇവരെങ്ങനെ ഓലെടുത്തു ഒരിടത്ത് ഓരോടെ ചാവി വീണേടാ നിർത്തലേ. അങ്ങനെ ഗൈസ് ഞങ്ങളിത് ഒരു വിധം കഴിഞ്ഞ് ഇതുവരെ കണ്ട കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു.